ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു പാളിപ്പോയൊരു റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു ഈത്തപ്പഴ ബജിയാണ്. ഞാനിത് കുറേ പേര് യൂട്യൂബിൽ ഇങ്ങനെ ഉണ്ടാക്കണ കണ്ടിട്ട് നോമ്പ് തുറക്കി എന്നാൽ ഇത് ഉണ്ടാക്കാമെന്ന് കരുതി ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. സംഭവം ടേസ്റ്റ് വൈസ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ കാണാൻ ഞാൻ വിചാരിച്ച അത്ര ഭംഗി വന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞു. ഇങ്ങനെ നടു കീറിയിട്ട് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ബദാം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ കട്ട് ചെയ്ത് ആ ബദാം അതിൻ്റെ ഉള്ളിൽ വെച്ച് പ്രസ് ചെയ്തു. അങ്ങനെ അത് പ്രസ് ചെയ്ത് അത് മാറ്റി വെച്ചു. പിന്നെ നമ്മളിത് പൊരിക്കാനായിട്ട് ബാറ്റർ ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൈദപ്പൊടിയില്ലേ അത് കുറച്ചെടുത്തു. പിന്നെ നമ്മുടെ പഞ്ചസാര അത് ആവശ്യത്തിന് അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അരിപ്പൊടി അത് ഒരു കുറച്ച് കേട്ടോ, ഒരുപാടൊന്നും ആഡ് ചെയ്തില്ല, കുറച്ച്. പിന്നെ നമ്മുടെ ഉപ്പ് അതൊരു നുള്ള ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അത് അങ്ങോട്ട് മിക്സാക്കി ഒരു ബാറ്ററാക്കി എടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ ഈ ഈത്തപ്പഴം ഈ ബാറ്ററിൽ മുക്കി നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് അത് പൊരിച്ചെടുത്തു. ഇത്രയായിരുന്നു ഞാൻ ചെയ്ത്, ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. പക്ഷേ സംഭവം കാണാൻ പാളിപ്പോയി. എന്താ പറയുക, ടേസ്റ്റ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കാണാനായിട്ട് ഞാൻ വിചാരിച്ച അത്ര ഭംഗി വന്നില്ല. അതെനിക്ക് തോന്നുന്നത് ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഇത് പൊന്തി വന്നേനെ. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാതിരുന്ന കാരണം ഈ മാവ് തീരെ പൊന്തി വന്നില്ല കേട്ടോ. അത് കണ്ടോ ഇങ്ങനെ ആയത്. അപ്പോൾ കാണാൻ വലിയ ഭംഗി വന്നില്ല, പക്ഷെ ടേസ്റ്റ് നല്ലതായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം വിജയിച്ചാൽ ശരിയാവില്ലല്ലോ, ഇടയ്ക്കൊക്കെ ഒരു പാളിച്ച വേണ്ടേ അല്ലേ, തോൽവിയും വേണമല്ലോ. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാലോ അല്ലേ. അപ്പോൾ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് മതി.